എൻ്റെ മക്കളെ പോലെ സ്നേഹിച്ച പയ്യനാണ്. അവനെ അറിവില്ലായ്മ കൊണ്ട് അവൻ എടുത്തോണ്ട് പോയി. അത് വേറെ ആൾ മുഖേന ചെയ്യിച്ചതാണ്. കോടതി മുഖേന ബാങ്കിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ വെച്ചാണ് ടിക്കറ്റ് എൻ്റെ കയ്യിൽ തരുന്നത്. അമ്മച്ചിയുടെ ടിക്കറ്റാണ്, ഞാൻ അടിച്ചു മാറ്റിയതാണ് എന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് കൊടുക്കാൻ തോന്നും. കണ്ണൻ ഇപ്പോഴും ലോട്ടറി വിൽക്കുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. കണ്ണനും ഞാനുമായിട്ട് പിണക്കമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും കണ്ണൻ്റെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇന്നും 12 ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കാൻ. നമസ്കാരം. കഴിഞ്ഞ വർഷമാണ് തിരുവനന്തപുരം മ്യൂസിയം കവാടത്തിന് തൊട്ടരികിലായി കച്ചവടം നടത്തുന്ന സുകുമാരി അമ്മയ്ക്ക് 1 കോടി രൂപ കേരള ഭാഗ്യക്കുറി സമ്മാനം അടിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ പ്രോത്സാഹന സമ്മാനവും അടിക്കുന്നു. എന്നാൽ ലോട്ടറി വിറ്റ, അതായത് കച്ചവടക്കാരനായ കണ്ണൻ എന്നയാൾ ഈ ലോട്ടറി കൈപ്പറ്റുകയും ഈ ടിക്കറ്റിന് 500 രൂപ മാത്രമേ അടിച്ചുള്ളൂ എന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത മറുനാടൻ തന്നെ പുറത്ത് വിട്ടിരുന്നു. എന്തായാലും ആ സമ്മാന തുക നിയമ പോരാട്ടത്തിലൂടെ ഈ അമ്മയ്ക്ക്, സുകുമാരി അമ്മയ്ക്ക് നിലവിലിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അതുകൂടാതെ മ്യൂസിയത്തിന് മുൻപിൽ കച്ചവടവും തുടർന്നുകൊണ്ടിരിക്കുന്നു. സമ്മാനത്തുക ലഭിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ലഭിച്ചത്? കഴിഞ്ഞ വർഷം ഓണം അടുക്കുകയാണ് സമ്മാനത്തുക കിട്ടിയത്. വീടും സ്ഥലവും വാങ്ങിച്ചു. വലിയൊരു നിയമ പോരാട്ടം തന്നെ പോരാട്ടമായിരുന്നു. മ്യൂസിയം പോലീസിന്റെ സഹായമായിരുന്നു ഏറ്റവും നല്ലതായിട്ട് നമുക്കുള്ളത്. അതുപോലെ കോടതിയിൽ നല്ലപോലെ ഇടപെട്ടു. ചാനലും എല്ലാം നല്ലതായിട്ട് ഇടപെട്ടു. നമുക്ക് കാര്യങ്ങൾ വിജയിച്ചു തന്നു. കണ്ണൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? കണ്ണൻ ഇപ്പോഴും ലോട്ടറി വിൽക്കുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. കണ്ണനും ഞാനുമായിട്ട് പിണക്കമൊന്നുമില്ല. കണ്ണൻ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നു. ഇപ്പോഴും ലോട്ടറി എടുക്കാറുണ്ട്. എനിക്ക് 2 മക്കളാണ്, ഒരു മോളും ഒരു മോനും. എൻ്റെ മക്കളെ പോലെ സ്നേഹിച്ച പയ്യനാണ്. അവനെ അറിവില്ലായ്മ കൊണ്ട് അവൻ എടുത്തോണ്ട് പോയി. അത് വേറെ ആൾ മുഖേന ചെയ്യിച്ചതാണ്. പിന്നെ പെട്ടെന്ന് നമ്മളിത് അറിഞ്ഞും കൊണ്ട് വികാസ് ഭവനിൽ ചെന്നോ പറഞ്ഞ് പെട്ടെന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞങ്ങനെ പരാതി കൊടുത്ത് 3 ദിവസത്തിനകത്ത് അവനെ പിടിച്ചു. പിന്നെ ഉടനെ നമ്മൾ വക്കീലിനെ വെച്ച് കേസ് വാദിച്ച് കിട്ടിയത്. കണ്ണൻ്റെ അഡ്രസ്സാണോ ഈ ബാങ്കിലൊക്കെ കൊടുത്തിരുന്നത് അന്ന്? കണ്ണൻ കൊടുത്തെങ്കിൽ കണ്ണൻ്റെ ബാങ്കിൽ തന്നെ കണ്ണൻ കൊണ്ടുവന്ന് പേരെഴുതി ഒപ്പിട്ട് കൊടുത്തെങ്കിലും പാൻ കാർഡ് ഒന്നും ഇല്ല, അതൊന്നും മാറാൻ പറ്റത്തില്ല. പിന്നെ അല്ല പെട്ടെന്ന് മാറി കൊടുക്കത്തില്ല. അപ്പോഴത്തേക്ക് വാർത്തയിലൊക്കെ ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെന്ന് ബാങ്കിലും ചെന്ന് പറഞ്ഞ് വികാസ് ഭവനിലൊക്കെ ചെന്ന് ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ കണ്ണൻ്റെ അക്കൗണ്ടിലായിരുന്നു ആ പണം എത്തിയത്? അല്ല, കോടതി മുഖേന ബാങ്കിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ വെച്ചാണ് ടിക്കറ്റ് എൻ്റെ കയ്യിൽ തരുന്നത്. എൻ്റെ കയ്യിൽ തന്നിട്ട് നമ്മൾ വക്കീലും ഒക്കെ ആയിട്ട് വികാസ് ഭവനിൽ കൊടുത്ത് കണ്ണൻ്റെ അക്കൗണ്ടിലോട്ട് 13 ലക്ഷവും ബാക്കിയെല്ലാം എൻ്റെ അക്കൗണ്ടിലോട്ടും. പിന്നെ 13 ലക്ഷം അമ്മ തീരുമാനിച്ച് കൊടുത്താണോ? അത് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമുക്കിത് കിട്ടാതെ പോകും. കേസ് പറഞ്ഞു പോകുമ്പോൾ ഇത് നീണ്ടു പോകും. പിന്നെ ഇത് നീണ്ടു പോയാൽ അത് പേപ്പറിൻ്റെ വിലയേ ഉള്ളൂ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെൻറ് മാറിയെടുക്കും. അപ്പോൾ ഗവൺമെൻറ്റിനും അത് മനസ്സിലായി നമുക്കുള്ള ടിക്കറ്റാണ് നമ്മളെടുത്തത്. കണ്ണനും കോടതി പറഞ്ഞത് അമ്മച്ചിയുടെ ടിക്കറ്റാണ്, ഞാൻ അടിച്ചു മാറ്റിയതാണ് എന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് കൊടുക്കാൻ തോന്നും. അടിച്ചു മാറ്റിയതാണെന്ന് പറഞ്ഞു. മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും മജിസ്ട്രേറ്റിനോടും പറഞ്ഞ് അമ്മച്ചിയുടെ ടിക്കറ്റ് ഞാൻ അടിച്ചു മാറ്റിയതാ എന്ന് പറഞ്ഞു. അമ്മയോട് തെറ്റുപറ്റിപ്പോയി എന്ന് കണ്ണൻ പിന്നീട് പറഞ്ഞിരുന്നു? കണ്ണൻ പറഞ്ഞു, മാപ്പ് പറയുകയും ചെയ്തു. ഇത് ഈ ടിക്കറ്റ് എടുത്തോണ്ട് പോയില്ലായിരുന്നാലും ഞാൻ 10 ലക്ഷം രൂപ കൊടുക്കുമായിരുന്നു. ഈ 500 രൂപ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 500 രൂപ എടുത്തിട്ട് 5500 രൂപ എനിക്ക് തന്നു ഞാൻ പറയുന്നു. അങ്ങനെ എനിക്ക് പ്രൈസൊക്കെ കിട്ടുമ്പോൾ ഞാൻ പൈസ കൊടുക്കും. എനിക്ക് ഒരുപാട് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ചെറിയ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ണൻ്റെ കയ്യിൽ നിന്ന്. അമ്മ അന്ന് പറഞ്ഞിരുന്നു വീടില്ല, സ്ഥലമില്ല എന്നൊക്കെ. അതൊക്കെ വീടും സ്ഥലവും ഇല്ലായിരുന്നു. എൻ്റെ പേരിലെ 1 സെൻറ്റ് ഭൂമി ഇല്ലായിരുന്നു. ഇപ്പോഴാണ് 3 സെൻറ്റ് സ്ഥലവും ഒരു വീടുമായി. എനിക്ക് വേറെ ഒന്നും ഒരു ആഗ്രഹമില്ല എന്ന് മാത്രമേ ഉള്ളായിരുന്നു ആഗ്രഹം. അത് ഇവിടെ ഇരുന്നും കൂടെ സാധിച്ചു. നിങ്ങളെ കൊണ്ടൊക്കെ ഉള്ള ഒരു ഭാഗ്യം. കണ്ണൻ പിന്നീട് മാപ്പ് പറഞ്ഞോ അമ്മയോട്? എന്നോട് മാപ്പ് പറഞ്ഞു. ഇപ്പോഴും കച്ചവടം ചെയ്യുന്നു അമ്മ. ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്? ഞാൻ ഇപ്പോഴും കണ്ണൻ്റെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇന്നും 12 ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുക. ഇന്നലെയും 12 ടിക്കറ്റ് അതിൻ്റെ കണക്ക്. അത് സെയിം ടിക്കറ്റാണ് 12, ഇല്ലെങ്കിലും 12 എടുക്കും. എന്തായാലും സുകുമാരി അമ്മ ഏറെ നാളത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഈ ഒരു സമ്മാനത്തുക അമ്മയുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കോടതിയിലടക്കം ഈ കേസ് എത്തുന്നു. അതിന് ശേഷം കണ്ണൻ എന്ന ലോട്ടറി കച്ചവടക്കാരൻ ഈ ഒരു തെറ്റ് മജിസ്ട്രേറ്റിന് മുൻപിൽ ഉൾപ്പെടെ സമ്മതിക്കുന്നു. അമ്മയോടടക്കം
മാപ്പ് പറയുന്നു. എന്നാൽ സമ്മാനത്തുക ലഭിച്ചതിന് ശേഷം ആ അമ്മ 13 ലക്ഷം രൂപ കച്ചവടക്കാരന് നൽകുന്നു. പൊതുവെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മലയാളികളെല്ലാവരും തന്നെ, മനുഷ്യരെല്ലാവരും തന്നെ, നമ്മളെല്ലാവരും തന്നെ ചെയ്യുക അതായത് തട്ടിപ്പ് നടത്തിയ ആളെ ശത്രുവായി കാണാറാണ് പതിവ്. എന്നാൽ ശത്രുവായി കാണാതെ സ്വന്തം മകനെ പോലെയാണ് എന്ന് അമ്മ നമ്മളോട് ആ വീഡിയോയിലടക്കം പറഞ്ഞിരുന്നു. അതിനെന്നോണമാണ് അമ്മ ഈ സമ്മാനത്തുക അടിച്ചതിൻ്റെ ഒരു 13 ലക്ഷം രൂപ ആ മകന് നൽകുന്നു. ഇപ്പോഴും അമ്മ കണ്ണൻ്റെ കയ്യിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നടക്കം 12 ടിക്കറ്റ് എടുത്തിരിക്കുന്നു. അന്ന് ഒരുപാട് കഷ്ടതകളെക്കുറിച്ചെല്ലാം തന്നെ അമ്മ മറുനാടനോട് പറഞ്ഞിരുന്നു. വീടില്ല, സ്ഥലമില്ല, അതിനെല്ലാം തന്നെ ഒരു വഴി കണ്ടിരിക്കുന്നു. ഈ സമ്മാനത്തുക കൈകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.